ഒരു കഥ പറയട്ടെ. രാമായണത്തിൽ നിന്നുള്ളതാണ്. ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു അതിസുന്ദരിയായ അഹല്യാദേവി. ഒരിക്കൽ അഹല്യാദേവിയെ ദേവേന്ദ്രൻ കണ്ടപ്പോൾ അഹല്യയുടെ മൂപ്പർക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അഹല്യയുടെ ഭർത്താവായ ഗൗതമ മുനിയുടെ വേഷത്തിൽ ചെന്ന്, അല്ലെങ്കിൽ രൂപം മാറി ചെന്നിട്ട് അഹല്യയെ പ്രാപിച്ചു. ഇത് ഗൗതമ മഹർഷി മനസ്സിലാക്കി. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു, ഇരുവരെയും ശപിച്ചു. ഇതിന്റെ ഫലമായിട്ട് അഹല്യ വനത്തിൽ ഒരു ശിലയായിട്ട് രൂപാന്തരപ്പെട്ടു. ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ മോക്ഷം ലഭിക്കുമെന്നായിരുന്നു ശാപമോക്ഷത്തിന് ഗൗതമ മഹർഷി നിർദ്ദേശിച്ച സൂത്രവാക്യം. കാലങ്ങൾക്ക് ശേഷം വനവാസത്തിലെത്തിയ ശ്രീരാമൻ ആ വഴി കടന്നുപോയി. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റപ്പോൾ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ MA ബേബിയുടെ, മരിയൻ അലക്സാണ്ടർ ബേബിയുടെ ജീവിതകഥ. CPMന്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MA ബേബി. അഹല്യയ്ക്ക് മോക്ഷം ലഭിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ ബേബി സഖാവിന് ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. CPMന്റെ ഉലകുടയ പെരുമാളായ പിണറായി വിജയനോട് വേണ്ടത്ര അനുസരണ കാണിക്കാതിരുന്നതും പാർട്ടിയെ നിയന്ത്രിക്കുന്ന കണ്ണൂർ റൂബിയോട് കീഴ്പ്പെട്ട് നിൽക്കാതിരുന്നതുമാണ് അദ്ദേഹത്തിന് വിനയായത്. അതോടെ ദീർഘകാലത്തെ വനവാസത്തിനായി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക്, അല്ലെങ്കിൽ പാർട്ടി സെന്ററിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അഹല്യയെ പോലെയായിരുന്നു നമ്മുടെ ബേബിയും. അതിബുദ്ധിമാനായിരുന്നു, സുന്ദരനായിരുന്നു, സകലകലാ വല്ലഭനായിരുന്നു. മലയാള മനോരമയുടെ ഇന്നത്തെ തലക്കെട്ട് കടമെടുത്ത് പറയുകയാണെങ്കിൽ സകലകലാ ബേബിയായിരുന്നു. കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി എന്ന മേലെഴുത്തുമായിട്ടാണ് 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബേബി ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തുന്നത്. അതുവരെ ഡൽഹി തിരുവനന്തപുരം ഡൽഹി എന്ന രീതിയിൽ, എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനം. അദ്ദേഹം ഇവിടെ എത്തി, കുണ്ടറ മത്സരിച്ചു, ജയിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി. ഒട്ടും മോശമായില്ല, ഭേദപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറുകയാണ് ഉണ്ടായത്. കേരളത്തിലെ പാർട്ടിയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ വേറൊരുപ്പിക്കാൻ അദ്ദേഹം തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDFിലെ NK പ്രേമചന്ദ്രനോട് വളരെ ദയനീയമായിട്ട് തോറ്റു. തോൽക്കാൻ ഒരു കാരണം, അക്കാലത്ത് പ്രേമചന്ദ്രനെതിരായിട്ട്, ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രേമചന്ദ്രനെതിരായിട്ട് പിണറായി വിജയൻ നടത്തിയ ഒരു കുപ്രസിദ്ധമായ ഒരു വാക്പ്രയോഗമായിരുന്നു. അദ്ദേഹം പ്രേമചന്ദ്രനെ പരനാറി എന്നാണ് പരസ്യമായിട്ട് വിളിച്ചത്. സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുകയാണ്. അത് കൊല്ലത്ത് വലിയ വികാരമുണ്ടാക്കി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ബേബി തോറ്റുപോയി. ബേബി അവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ കാക്ഷിച്ചിരുന്നതാണ്, പക്ഷെ തോറ്റുപോയി. അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ കാരണം ഈ പരനാറി പ്രയോഗമാണെന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞു. രഹസ്യമായി പറഞ്ഞു, പരസ്യമായി പറഞ്ഞു. അതോടെ പിണറായി വിജയനും ബേബിയും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടായി. രണ്ടുപേരും VSനെ ഒതുക്കാൻ ഒന്നിച്ചു നിന്നവരാ, പോരാടിയവരാ. അവരവസാനം രണ്ട് തട്ടിലായി മാറി. തോറ്റു കഴിഞ്ഞപ്പോഴ് ഉന്നതമായ ധാർമ്മിക ബോധം പ്രകടിപ്പിക്കണം എന്നൊക്കെ ബേബി സഖാവിന് തോന്നിയതാ. തോറ്റത് മാത്രമായിരുന്നില്ല കാരണം. അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്ന കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പോലും അദ്ദേഹം വളരെ പിന്നാക്കം പോയി. അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു എന്നുള്ള സത്യമാണ്. അത് ഏതൊരു രാഷ്ട്രീയക്കാരനും സംഭവിക്കാവുന്നതാണ്. അപ്പൊ അദ്ദേഹം രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. തൊട്ടടുത്ത് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം വന്നേയില്ല. പാർട്ടി അപ്പോൾ ഇടപെട്ടു, അത് പറ്റില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ വന്ന് പങ്കെടുക്കാതിരിക്കാൻ സാധിക്കില്ല, വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് ഒപ്പിടാതിരുന്നു. ഹാജർ പുസ്തകത്തില് ഒപ്പിടാതിരുന്നു. അങ്ങനത്തെ ചില വിക്രസുകളൊക്കെ അന്ന് ബേബി സഖാവ് കാണിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ധാർമ്മിക രോഷമൊക്കെ താഴെ വെച്ച്, അല്ലെങ്കിൽ അട്ടത്ത് വെച്ചിട്ട് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേരളം വിട്ട് ഡൽഹി പ്രവർത്തന രംഗമാക്കുന്നത്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതനായത്. പാർട്ടി സെന്ററിലെ പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയച്ചു. വാസ്തവത്തിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വനവാസമായിരുന്നു. ശിലയായി വനത്തിൽ കിടക്കുന്നതിന് തുല്യമായ ഒരു അനുഭവമായിരുന്നു. ശേഷം കാലം ബേബി സഖാവ് ജീവിതവൃത്തി കഴിച്ചത് തലസ്ഥാന നഗരത്തിലാണ്. പാർട്ടിയുടെ ബുദ്ധിജീവി, സൈദ്ധാന്തികൻ, അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധൻ എന്നീ നിലകളിൽ പാർട്ടിയെ സേവിച്ചു പോന്നു. അദ്ദേഹം
അത് മാത്രമല്ല ക്യൂബൻ ഐക്യദാർഢ്യ സമിതിയുടെ ദേശീയ കൺവീനറും കൂടിയായിരുന്നു. അത് സ്ഥാപിച്ചതും ഏതാണ്ട് ബേബി തന്നെയാണ്. ഹവാനയിൽ നിന്ന് വരുന്ന ചുരുട്ടുകളോട് അദ്ദേഹത്തിന് താല്പര്യമില്ല, അത് വലിക്കുകയില്ല എങ്കിലും ക്യൂബ അദ്ദേഹത്തിനൊന്നും ഒരു ബലഹീനതയായിരുന്നു. അതുപോലെ കാസ്ട്രോയും. ശാപമോക്ഷത്തിന് അല്ലെങ്കിൽ കേരളത്തില് ഒരു പുനഃസ്ഥാപനത്തിന് ധാരാളം അവസരങ്ങൾ വന്നെങ്കിലും അന്നൊന്നും പിണറായിയും മറ്റും പ്രസാദിച്ചില്ല. കോടിയേരി ബാലകൃഷ്ണൻ പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തിന് ദിവസേനയുള്ള പാർട്ടി ചുമതലകൾ നിർവഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഒരു താൽക്കാലിക സെക്രട്ടറിയെ നിയോഗിക്കേണ്ടി വന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഡൽഹിയിൽ നിന്ന് MA ബേബി വരും, താൽക്കാലിക ചുമതല അദ്ദേഹം വഹിക്കും എന്നാണ്. പക്ഷെ അതൊന്നും അല്ല സംഭവിച്ചത്. പിണറായി വിജയന്റെ മനസ്സിൽ വേറൊരു പേരായിരുന്നു, A വിജയരാഘവൻ. താരതമ്യേന ജൂനിയറാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്, അതൊക്കെ കല്ലേ പിളർക്കുന്ന തീരുമാനങ്ങളാണ്. അങ്ങനെ A വിജയരാഘവൻ താൽക്കാലിക പാർട്ടി സെക്രട്ടറി ആയിട്ട് കുറെ കാലം പ്രവർത്തിച്ചു. അതിനുശേഷം കോടിയേരി സഖാവ് അന്തരിച്ചു. പുതിയ പാർട്ടി സെക്രട്ടറിയെ, സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടി വന്നു. അപ്പോഴും എല്ലാവരുടെയും കണ്ണ് ഡൽഹിയിലേക്കാണ് പോയത്. അവിടെ നമ്മുടെ MA ബേബി സഖാവ് ഉണ്ടല്ലോ, വളരെ സീനിയർ ആണല്ലോ, വളരെ മുതിർന്ന നേതാവാണല്ലോ, വളരെ പരിചയസമ്പന്നനാണല്ലോ, PBയിലെ പരിചയമുണ്ടല്ലോ എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. അദ്ദേഹം വരും, പാർട്ടി സെക്രട്ടറി ആയിട്ട് വരും. പക്ഷേ അന്ന് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനെ രാജിവെപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് പാർട്ടി സെക്രട്ടറി ആക്കുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിലും പിണറായി വിജയനായിരുന്നു. ഗോവിന്ദൻ മാഷ് വന്നത് അദ്ദേഹത്തിന് ബേബി സഖാവിനോട് വേണ്ടത്ര താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ്. ഏതായാലും ആ ഒരു അവസരവും അടയുകയാണ് ചെയ്തത്. പിന്നീട് ബേബി കേരളത്തെക്കുറിച്ച് വലിയ താല്പര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചില്ല. കുടുംബം കേരളത്തിലായതുകൊണ്ട് വല്ലപ്പോഴും കേരളത്തിൽ വരും, എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയും, ചിലപ്പോൾ പിണറായിക്കിട്ട് ചെറിയ തോതിലൊരു കുത്തു കൊടുക്കും, എന്നിട്ട് മടങ്ങിപ്പോവും. പിന്നീട് പാർട്ടി ഓഫീസിൽ ഒതുങ്ങി ഈ ബുദ്ധിജീവി ചമഞ്ഞ് അല്ലെങ്കിൽ സൈദ്ധാന്തികൻ ചമഞ്ഞ് കഴിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് ജീവിത രീതി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ശാപമോക്ഷത്തിന്റെ ഒരു വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു. അതായത് 2025 മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമെന്നും അപ്പോഴേക്കും പിണറായി വിജയന്റെ ആജ്ഞാശക്തിയിൽ നേരിയ ഇടിവ് സംഭവിക്കുമെന്നും ബേബിയോടുള്ള പിണറായിയുടെ മനോഭാവത്തിൽ അല്പം മാറ്റം വരും, അപ്പോൾ ബേബിക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആ സൂത്രവാക്യം. അതാണ് ഇപ്പോൾ മധുരയിൽ സംഭവിച്ചിരിക്കുന്നത്. മധുര പാർട്ടി കോൺഗ്രസ് MA ബേബിയെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ബംഗാളിൽ നിന്നുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ ബേബിക്കെതിരായിരുന്നു. ആ ബേബി എതിർക്കുന്നതിന് അവരൊരു സൂത്രം കണ്ടുപിടിച്ചു. അതായത് BJP ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ആ വളർച്ച നേരിടുന്നതിന് ഹിന്ദി ബെൽറ്റിൽ നിന്നൊരു നേതാവ് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നൊരു നേതാവ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് വരണം. അതായിരുന്നു അവരുടെ വാദം. അവർ വിചാരിച്ചത് ഉത്തരേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ പാർട്ടി സെക്രട്ടറി ആയാലേ, ജനറൽ സെക്രട്ടറി ആയാല് അതോടെ BJPയുടെ വളർച്ച അവിടെ അവസാനിക്കുമെന്നാണ്. അതുപോലെ ഒരു സൂത്രപ്പണിയായിരുന്നു. അത് മറ്റുള്ളവർക്ക് മനസ്സിലായി. അവർ ഉയർത്തിക്കാട്ടിയത് അശ്വക് ധാവ്ളെ എന്ന് പറയുന്ന നേതാവിനെയാണ്. കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, കിസാൻ സഭ അതിന്റെ നേതാവാണ്. ആളത്ര നിസാരക്കാരനൊന്നുമല്ല, ആരുടെയും ശിങ്കിടിപ്പാട്ടുകാരനല്ല, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആളാണ്, പറയാനുള്ളത് പറയുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഈ അശ്വക് ധാവ്ളെ എന്ന് പറയുന്നത്. നമ്മുടെ ബൃന്ദ കാരാട്ടിനെ പോലെയൊക്കെയുള്ള ഒരു നേതാവ്, വ്യത്യസ്തനായ ഒരു മുതല. അപ്പോൾ പിണറായി വിജയൻ നോക്കിയപ്പോ അശോക് ധാവ്ളെ പാർട്ടി ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ കാരാട്ടോ മറ്റാരെങ്കിലുമോ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴത്തെ അനുഭവം ആയിരിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. യെച്ചൂരിയെ പോലും അദ്ദേഹത്തിന് കയ്യിൽ കൊണ്ടു നടക്കാൻ സാധിച്ചു. പക്ഷെ ധാവ്ളെ വന്നാൽ കളി മാറിപ്പോയാലോ, സ്വന്തം പിടിയിൽ ഒതുങ്ങാതെ പോയാലോ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ധാവ്ളയേക്കാൾ നല്ലത് നമ്മുടെ ബേബി തന്നെയാണ്, തമ്മിൽ ഭേദം ബേബി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് മാത്രമല്ല, ബേബിക്ക് ജനറൽ സെക്രട്ടറി ആകാനുള്ള ഒരു അവസരം ഞാനായിട്ട് നിഷേധിച്ചാൽ അല്ലെങ്കിൽ താനായിട്ട് നിഷേധിച്ചാൽ അതൊരു ഒരു ഒരു ചീത്തപ്പേരാകുമല്ലോ എന്നും നമ്മുടെ പിണറായി വിജയൻ കരുതിക്കാണ്. അതിനൊക്കെ ഉപരി അദ്ദേഹം അല്പം ദുർബലനാണ്. സ്വന്തം മകള് ഒരു സാമ്പത്തിക വഞ്ചന കേസിൽ കുടുങ്ങി നിൽക്കുക, കരിമണൽ കേസിലെ. അത് അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തിക്കും വിലപേശാനുള്ള ശേഷിക്കുമൊക്കെ ഒരല്പം കുറവുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹം ബേബിയെ പിന്താങ്ങി അനുകൂലിച്ചു. അങ്ങനെ പ്രകാശ് കാരാട്ട് നിർദ്ദേശിച്ച MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ബേബിയുടെയും ധാവ്ളയുടെയും പേരെങ്ങനെ നിൽക്കുമ്പോൾ വിജയരാഘവന്റെ മറ്റോ പേര് താൻ പറഞ്ഞാൽ അത് വേണ്ടത്ര ശോഭിക്കില്ല, നടക്കില്ല എന്നും പിണറായി വിജയന് ബോധ്യമുണ്ടായിരുന്നു. നൂലിഴയ്ക്കാണ് നമ്മുടെ ബേബി രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും കണക്ക് നോക്കുമ്പോൾ
PB-യിലെ 10 അംഗങ്ങള് ബേബിയെ പിന്തുണയ്ക്കുന്നവരാ, ബാക്കി 8 പേര് എതിർക്കുന്നവർ തന്നെയാ. അപ്പം നേരിയ ഒരു വ്യത്യാസത്തില് വോട്ടെടുപ്പൊന്നും നടന്നില്ല, വേറെ സ്ഥാനാർത്ഥിയുടെ പേര് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആരും നിർദ്ദേശിച്ചില്ല, എങ്കിലും ജയിച്ചത് ഒരു നേരിയ വ്യത്യാസത്തിനാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിന് മലയാള മനോരമ പത്രം ഇന്ന് കൊടുത്ത ഒരു തലക്കെട്ട് അത് ലേശം കടന്ന കൈയായി പോയി എന്ന് പറയാതെ വയ്യ. ക്യാപ്റ്റൻ ബേബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കുശുമ്പും കുന്നായ്മയും കാണിക്കുന്നതിന്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ചേട്ടാ, ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റൻ പിണറായി വിജയൻ. അദ്ദേഹമാണ് കളി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അതിനിടയ്ക്ക് വേറൊരു ക്യാപ്റ്റനും. അതെന്തൊരു ക്യാപ്റ്റനാ? ഡേവിസ് കപ്പിന്റെ ഇന്ത്യൻ ടീമില് ദീർഘകാലം രാമനാഥൻ കൃഷ്ണൻ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയിരുന്നു. അങ്ങനെ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയിരിക്കാൻ പിണറായി വിജയനെ കിട്ടുമോ? അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ നോൺ പ്ലേയിങ് ക്യാപ്റ്റൻ ആയിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താണ് ഈ ബേബിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ അർത്ഥം? ഇനി ഒരു പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ, MA ബേബി ദേശീയ ക്യാപ്റ്റൻ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ, അങ്ങനെയാണോ ഈ തലക്കെട്ട് കൊടുത്ത ആള് ഉദ്ദേശിച്ചത്? എന്താണേലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായിട്ടല്ലാതെ ഇതിനെ കാണാൻ കഴിയില്ല. അതുപോലെ മാതൃഭൂമിയുടെ ശീർഷകം നോക്കുക, ഇനി ബേബിയിസം എന്നാണ് അവർ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇനി ബേബിയിസം എന്ന് പറയുന്നതിന്റെ അർത്ഥം? കേരളത്തിൽ ഇപ്പം നിലവിലുള്ളത്, നടന്നു പോകുന്നത് പിണറായിസമാണ്. അതിന്റെ സ്ഥാനത്ത് മറ്റൊരു ഇസം വരികയോ, ബേബിയിസം വരികയോ? സ്വകാര്യവൽക്കരണം, ധൂർത്ത്, ധാർഷ്ട്യം, സ്വജനപക്ഷപാതം, രക്ഷാപ്രവർത്തനം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന ഈ പിണറായിസത്തിന്റെ പ്രത്യേകതകൾ. അതിനിടയ്ക്ക് എങ്ങനെയാ മറ്റൊരു ബേബിയിസം നടപ്പാവുക? ഇതും ഒരു തരം കുത്തിത്തിരിപ്പാണ്, യാതൊരു സംശയമില്ല. ഈ കുത്തകപത്രങ്ങള് പാർട്ടിയിൽ എന്ത് നടന്നാലും, നല്ലത് നടന്നാലും ചീത്ത നടന്നാലും, ഇനി ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്ന് വിചാരിക്കുക, എന്തൊക്കെയായിരുന്നേനെ ഈ കുത്തകപത്രങ്ങളെ പറയുക? പിണറായി വിജയൻ എന്തൊക്കെ ചീത്ത പറയുമായിരുന്നു, കുറ്റം പറയുമായിരുന്നു. ഇപ്പൊ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കി ഉടനെ ഒരു കൂട്ടർ പറയുന്നു ക്യാപ്റ്റൻ ബേബി, മറ്റൊരു പറയുന്നു ഇനി ബേബിയിസം. ഇതൊക്കെ പാർട്ടിക്കുള്ളില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതാണ്. ഇതിന്റെ പിന്നിൽ വലിയ വലിയ ഗൂഢാലോചനകളുണ്ട്. നമ്മുടെ വീണയ്ക്കെതിരായിട്ട് ഇപ്പോൾ കേസ് വന്നതുപോലെ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനുള്ള ചില ഗൂഢശ്രമങ്ങളുടെയും ഗൂഢാലോചനകളുടെയും ഭാഗമാണ് ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ. പക്ഷെ ഇതൊക്കെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ഭാഗമാണ്. ഇപ്പോൾ പിണറായി വിജയൻ അഖില കേരള മഹാരാജാവായിരിക്കുന്ന കേരള പാർട്ടിയില് ബേബിയുടെ റോൾ എന്തായിരിക്കും? ക്യാപ്റ്റൻ ബേബിക്ക് എന്തായിരിക്കും ഇവിടെ ചെയ്യാനാവുക? ഇവിടെ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, സാങ്കേതികമായിട്ടും സംഘടനാപരമായിട്ടും മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണ് അദ്ദേഹം. പക്ഷേ പിണറായി വിജയന്റെ ഒരു വാഴ്ത്തുപാട്ടുകാരനാണ്. പിണറായി പറയുന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് വേറെ നിലപാടൊന്നുമില്ല. പിണറായിയെയും പിണറായിയുടെ മകളെയും മകളുടെ കമ്പനിയെയും ഒക്കെ ന്യായീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇപ്പോ ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതിനിടയ്ക്കാണല്ലോ നമ്മുടെ വീണയ്ക്കെതിരായിട്ടുള്ള കേസും അതിന്റെ പ്രോസിക്യൂഷനും സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അന്ന് ഗോവിന്ദൻ മാഷേക്കാൾ ശക്തമായ ഭാഷയിൽ ബേബി പിണറായിയുടെ മകളെ ന്യായീകരിച്ചു എന്നുള്ളത് ശരിയാ. അതിന്റെ ഉദ്ദേശം നമുക്കറിയാം. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞു. ഇനി അദ്ദേഹം അതുപോലെ അല്ലെങ്കിൽ ഗോവിന്ദനെ പോലെ മറ്റൊരു വാഴ്ത്തുപാട്ടുകാരനായി ഡൽഹിയിലെ പാർട്ടി കാര്യങ്ങൾ നോക്കി അവിടെ ഒതുങ്ങിക്കൂടി കഴിയുമോ? അതോ കേരള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സേ ഉണ്ടാവുമോ? മറ്റ് ജനറൽ സെക്രട്ടറിമാരെ പോലെയല്ല, അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളാണ്, കേരള പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിന്റെ കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടി വരും. അദ്ദേഹം അഭിപ്രായം പറയുമോ? ആ അഭിപ്രായം എന്തായിരിക്കും? സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടറി പോലും മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണ്. അപ്പൊ ദേശീയ സെക്രട്ടറി വളരെ വളരെ ഉയരത്തിലുള്ള ഒരു പദവിയാണ് ദേശീയ ജനറൽ സെക്രട്ടറിയുടേത്. ആ കസേരയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടി കണ്ണൂർ എന്ന് പറയുന്ന ആ വലിയ മതിൽക്കെട്ടുകൾ കടന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ണൂരാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. കണ്ണൂരിൽ നിന്നുള്ളവരാ പിണറായി അടക്കമുള്ളവര്, പാർട്ടി സെക്രട്ടറി ഒക്കെ അവിടെ നിന്നാണ്. ബാക്കിയുള്ള ജില്ലകളൊക്കെ വെറും സാമന്ത ജില്ലകളായിട്ട് ഒതുങ്ങി കഴിയുകയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുക. കണ്ണൂരിന് പുറത്തുനിന്ന്, കൊല്ലത്തു നിന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കുകയാണ്. ഇത് പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? സമവാക്യങ്ങളിൽ, ബലാബലങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണമാകുമോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ ബേബിസം വരുന്നു അല്ലെങ്കിൽ ക്യാപ്റ്റൻ ബേബി വരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ളത്. പിണറായി നേരിയ തോതിലെങ്കിലും ദുർബലനായി എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് മധുരയിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം
മരുമകനായ മുഹമ്മദ് റിയാസിനെ, മന്ത്രിയെ എങ്ങനെയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം എത്രമാത്രം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണോ എന്നതൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ എല്ലാവരും പറഞ്ഞതാണ് മുഹമ്മദ് റിയാസ് ഒരു മുസ്ലിം റെപ്രസെന്റേഷൻ എന്ന നിലയിലെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തും എന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ അത് നടന്നിട്ടില്ല. പാർട്ടിയിൽ ഒരു പാരമ്പര്യവുമില്ലാത്ത, പാർട്ടി മാധ്യമങ്ങളില് ഒരു പത്രപ്രവർത്തകൻ മാത്രമായിരുന്ന ജോൺ ബ്രിട്ടാസ് പോലും ഒരു പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ കയറിയിരിക്കുന്ന അവസരത്തിലാണ് മുഹമ്മദ് റിയാസ് കേരളത്തിൽ നിന്ന് ഏറ്റവും സാധ്യത കൽപ്പിച്ചിരുന്ന ആള് സിസിയിലെത്താതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത്. കെ ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന തടയാൻ സാധിച്ചു എന്ന കാര്യത്തില് വേണമെങ്കിൽ പിണറായി വിജയന് ആശ്വസിക്കാം. അക്കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയാം. 2 സ്ത്രീകള് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടും ആ ഒഴിവിൽ ഒന്നിലേക്ക് കേരളത്തിൽ നമ്മുടെ ശൈലജ ടീച്ചറെ എത്തിക്കാനായില്ല. എത്തരുത് എന്ന ആഗ്രഹമുള്ളവരാണ് ഈ പാർട്ടി കോൺഗ്രസിൽ കേരള ഡെലിഗേഷനെ നയിച്ചത്, യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ അവർ ജയിച്ചു. പക്ഷെ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നതിന് സാധിച്ചില്ല. കരിമണൽ കേസിൽ മകൾ വീണ പ്രതിയായത് പിണറായി വിജയന്റെ അനിശ്ചിതതയ്ക്ക് ഇടവ് ഉണ്ടാക്കിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. കണ്ണൂരിന് പുറത്ത് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾക്ക് നാവനക്കം ആരംഭിച്ചിട്ടുണ്ട്. MA ബേബി ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട്, അല്ലെങ്കിൽ പിണറായി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ നിലയിൽ സ്റ്റാറ്റസ് കോയില് കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കാം. പക്ഷേ വരും ദിവസങ്ങളില് പാർട്ടിയുടെ സമവാക്യങ്ങളില് കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദേശീയ തലത്തിലും ബേബി വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോയില് 18 അംഗ പോളിറ്റ് ബ്യൂറോയിൽ 10 പേർ മാത്രമാണ് അദ്ദേഹത്തെ പിന്താങ്ങുന്നത്, 8 പേർ എതിർക്കുന്നവരാ. അതൊക്കെ ശാശ്വതമാകണമെന്നില്ല. പക്ഷേ ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെ എതിർത്തവരാണ് ഈ 8 പേർ. ആ എതിർത്തവർ ഉയർത്തിക്കാട്ടിയ സ്ഥാനാർത്ഥി, ഔപചാരികമായിട്ട് പേര് പറഞ്ഞില്ലെങ്കിലും അശോക് ധാവളെ, അദ്ദേഹം അവിടെ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. അദ്ദേഹത്തിന്റെ പത്നി, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവര്, സ്ഥാനമൊഴിയുന്ന കേന്ദ്ര കമ്മിറ്റി, പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ ഉണ്ടാക്കിയപ്പോൾ അതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടായി, ഡെലിഗേറ്റുകളുടെ ഇടയിൽ നിന്ന് ആളുകൾ ഉണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടിംഗ് വേണ്ടി വന്നു. CPMന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CITU നേതാവായ DN കാരാട് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചു. 31 വോട്ടാണ് കിട്ടിയത്. ചില പത്രങ്ങൾ എഴുതിയത് 31 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത്. അത് CPMനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. 31 ഡെലിഗേറ്റുകള് പാർട്ടിയുടെ നേതൃത്വത്തെ ധിക്കരിച്ച് ഒരു വിമത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി. പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയായിട്ട് വേണം കാരാടിന്റെ സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായതിനെ നാം കാണേണ്ടത്. ഇത് പാർട്ടിയിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും കാരാടിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മത്സരിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു. അത് പറഞ്ഞായിരിക്കും അദ്ദേഹത്തിനെതിരായിട്ട് അച്ചടക്ക നടപടി ഉണ്ടാവുക. സത്യം പറഞ്ഞാൽ ബേബിയുടെ സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നെങ്കിൽ കരാടിന് വേണ്ടി വോട്ട് ചെയ്ത 31 പേരുടെയും കച്ചവടം തീർന്നു കിട്ടുമായിരുന്നു. ആദ്യ ദിവസം തന്നെ ആശാസമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബേബി പിണറായി കൂറ് കാട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മനോരമയ്ക്ക് അനുവദിച്ച ഒരു അഭിമുഖ സംഭാഷണം, അതിന് വന്ന ശീർഷകം, അതിൽ പറയുന്നത് തുടർഭരണം, 3ാം തവണ ഭരണം കിട്ടുമെന്ന കാര്യം സംശയമില്ല, കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അടുത്ത മുഖ്യമന്ത്രി ആരാവുമെന്നുള്ളത് അപ്പോൾ ആലോചിച്ചാൽ മതി. ഇതിൽ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ MA ബേബിക്ക് തോന്നുമോ? ആഗ്രഹം ഉണ്ടാവുമോ? മധുരപ്രതികാരത്തിന്റെ രുചി ഒരിക്കൽ അനുഭവിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അത് കിട്ടണമെന്ന്, അനുഭവിക്കണമെന്ന് തോന്നുക വളരെ സ്വാഭാവികമാണ്.